യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലം കഴിയാൻ പോവുകയാണ്. 2026 കൂടി അതിലെന്തായാലും തീരുമാനമാവും. യൂട്യൂബിൻ്റെ CEO ആയ നീൽ മോഹൻ അടുത്തതായിട്ട് പുറത്തുവിട്ട ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് എന്താ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ന്യൂസ് പുറത്തുവിട്ടതോടുകൂടി ഏകദേശം ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. എന്താണ് നീൽ മോഹൻ പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റോറി ഇഷ്ടമല്ല, നിൻ്റെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് അടിച്ച് ഒന്ന് കളഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കേൾക്കാം. എന്തായാലും ഇത് കുറച്ചുകൂടി ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കഥ പറയുന്നത്. അപ്പോൾ കഥ എന്ന് പറയുന്നത് ഒരു രണ്ട് ആളുകളുടെ, നാട്ടിലെ തെങ്ങ് കയറുന്ന രണ്ട് ആളുകളുടെ, രാജുവും രാമുവും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ രാജുവും രാമുവും തെങ്ങ് കയറ്റക്കാരായിരുന്നു, തേങ്ങ പറിക്കാൻ കയറുന്ന സാധാരണ തൊഴിലാളികൾ. അപ്പോൾ ഇവർ തെങ്ങിൽ കയറിയിട്ട് ഡെയിലി തേങ്ങ പറിക്കും, അവരുടെ പൈസ കിട്ടും, കൂലി കിട്ടും, ഇങ്ങനെ ജീവിച്ചു വരുന്ന ആളുകളായിരുന്നു. പക്ഷെ അതിൽ ഈ രാജു എന്ന് പറയുന്ന ആൾ ഒരു സാധാരണ രീതിയിലുള്ള, എപ്പോഴും തെങ്ങിൽ കയറുക തേങ്ങ പറിക്കുക എന്നുള്ള ചിന്തിക്കുന്ന ആളും, രാമു എന്ന് പറയുന്നത് തെങ്ങിൽ കയറുക തേങ്ങ പറിക്കുക എന്നതിലുപരി തെങ്ങിനെക്കുറിച്ചിട്ടും തേങ്ങിനെക്കുറിച്ച് പഠിക്കുന്നതും ഇതിൻ്റെ പുതിയ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്ന ഒരാളുമായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ഈ രാമുവിന് ഒരു കാര്യം കിട്ടിയത്. അതായത് തെങ്ങിൽ കയറുന്ന റോബോട്ടിനെ കണ്ടു. അങ്ങനെ രാമു അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒക്കെ പഠിച്ചു. പിന്നീട് കയ്യിലുള്ള പൈസ ഒക്കെ കൂട്ടിയിട്ട് ഒരു റോബോട്ടിനെ അങ്ങ് വാങ്ങി. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ രാജു പഴയ ട്രഡീഷണലായിട്ടുള്ള രൂപത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമു ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആളതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ, റോബോട്ട് വന്നതിന് ശേഷം ദിവസം 10 തെങ്ങിൽ കയറുന്നത് അതൊരു 50ഓളം തെങ്ങുകളിലേക്ക് കയറാൻ പറ്റി. അതുമാത്രമല്ല, ഈ റോബോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് തേങ്ങേൻ്റെ പാകമായോ ഇല്ലയോ എന്നൊക്കെ ഐഡൻറ്റിഫൈ വളരെ കൃത്യമായിട്ട് തേങ്ങ പറിച്ച് കൊടുക്കുന്ന റോബോട്ടിനെയായിരുന്നു ഈ കൊണ്ടുവന്നത്. പോകെ പോകെ എന്ത് ചെയ്തു, ഈ റോബോട്ടിനെ കൊണ്ടുവന്ന തെങ്ങ് കയറ്റക്കാരൻ നാട്ടിൽ മുഴുവൻ വൻ ഡിമാൻഡ് ആവുകയും ആൾ 2 റോബോട്ടിനെ വാങ്ങിക്കുകയും പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ രാജുവിന് ജോലിയില്ലാത്ത ഒരവസ്ഥ വരികയും പതിയെ പതിയെ എന്ത് ചെയ്തു, ആൾ ഫെയിൽഡ് ഔട്ടായി. ഈ പരിപാടി നിർത്തി മറ്റേ ആൾ വൺ ഓഫ് ദി റിച്ചസ്റ്റ് മാനായി എന്ന് പറയാം. ഈ ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞത് നമ്മളൊരു യൂട്യൂബിൻ്റെ നെക്സ്റ്റ് ഭാവി എന്താണെന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ നീൽമോഹൻ പുറത്തുവിട്ടത്. നീൽമോഹൻ പുറത്തുവിട്ടത് നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വിപ്ലവം കണ്ടിട്ടുണ്ടാവും. VO3 ഉണ്ടാക്കിയ കുരങ്ങന്മാരും പൂച്ചകളും അത് സംസാരിക്കുന്നതും, അതുപോലെ ആളുകൾ വ്ളോഗ് ചെയ്യുന്നതും, ഇങ്ങനെ പല 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 വീഡിയോസ് നിങ്ങൾ ഇതിനോടകം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നീൽമോഹൻ പുറത്തുവിട്ടത് ഈ VO3 ഇനി മുതൽ യൂട്യൂബിൻ്റെ ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതായത് യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VO3യിലൂടെ പറ്റും. അതിലെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാനും സംസാരിപ്പിക്കാനും ഒക്കെ പറ്റും. അപ്പം എന്ന് മനസ്സിലാക്കാം, നമ്മളെനി ക്യാമറയും പിടിച്ച് ഇങ്ങനെ തൂക്കി നടന്ന് ഇത് പറയുന്നതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. ഈ ലെവലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പോസിബിലിറ്റി കൂടി ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. ഇവിടെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലുള്ള പോലെ രാജുവിനെ പോലെ ട്രഡീഷണലായ രീതിയിൽ പണ്ടത്തെ പോലെ തന്നെ ഞാൻ പോവുള്ളൂ, പഴയ മൊബൈൽ ഉപയോഗിച്ചിട്ടേ ഷൂട്ട് ചെയ്യുള്ളൂ, ഞാൻ മൈക്ക് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റീവായിട്ട് പറയില്ല, പഠിക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫീൽഡ് ഔട്ടായി പോവും എന്ന് തന്നെയാണ്. ഇത് എന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതേപോലെ ടിപ്സും പറഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനും ഫീൽഡ് ഔട്ടായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിലാണ്, പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, AI വരവോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് മാറുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിങ്ങൾ പലരും ഇപ്പോഴും പകച്ചു നിൽക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതത്തോടെ, അയ്യോ ഇതൊക്കെ എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക, എങ്ങനെയാണ് ChatGPT ഉപയോഗിക്കുക, എങ്ങനെയാണ് ഗൂഗിൾ സ്റ്റുഡിയോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജെമിനി എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇമേജ് ജനറേഷൻ എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ടിരിക്കുന്ന പലരും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ച് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീൽഡ് ഔട്ടാവും. പക്ഷേ എല്ലാം AI കയറി ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, എവിടെയൊക്കെയാണ് AI ആവശ്യം, അവിടെ AI ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. കാരണം അത്രയും മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി യൂട്യൂബ് അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ
VA3 ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, കാരണം അത്രയും പോസിബിലിറ്റീസ് അതിനുണ്ട്. അതിപ്പോൾ ഉപയോഗിക്കുന്ന രീതി നോക്കണ്ട, പക്ഷെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, യൂട്യൂബ് എപ്പോഴും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായാലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന്, അതിപ്പോൾ നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, യൂട്യൂബ് കണ്ടൻറ്റ് ചെയ്ത് ഇടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു AI പഠിച്ചിട്ട് അതിലൂടെ ഒരു ആനിമേഷൻ ചെയ്തിടാന്നുണ്ടെങ്കിൽ, അതിന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സാധനം ചെയ്തിടാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും. അതിലൊന്നും ഒരു ക്ഷാമവും ഇല്ല. പക്ഷേ AI വന്നാലും AIനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും, നമ്മൾ സ്വന്തം വീഡിയോ ഇടേണ്ടി വരും. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു ആഡ് കണ്ടു, അതിൽ കംപ്ലീറ്റ്ലി ഉപയോഗിച്ചത് AI ആണ്. അപ്പോൾ അങ്ങനെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹ്യൂമനായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് മനുഷ്യരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ എന്ത് AI വന്നാൽ പോലും ഒരു മനുഷ്യനോടുണ്ടാവുന്ന കണക്ഷൻസ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. കാരണം അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു AI വന്നാൽ പോലും മനുഷ്യന്മാരോടുള്ള ഒരു കണക്ഷൻ അത് വേറെ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ ആർക്കും പറ്റില്ല. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക, ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് AI ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അത് മാക്സിമം ശ്രമിക്കും. എൻ്റെ ചാനലിൽ ഇനി AI ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് യൂട്യൂബേഴ്സിന് എങ്ങനെ AI ഉപയോഗിക്കാം, എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ടിപ്സുകളും കൂടെ തന്നെ കോഴ്സുകളായിട്ട് ക്ലാസ് എടുക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും അഫോർഡബിളായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും, ഫ്രീ ആയിട്ടും ഈ ചാനലിലൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് മറക്കരുത്, പലരും സബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ് ചെയ്ത് വെച്ചേക്ക്, നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കതൊക്കെ ചെയ്യാനുള്ള ഒരു മൂഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഫീൽഡ് ഔട്ട് ആവാതെ നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.